ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഗുഡ് ഈവനിങ്. എല്ലാരും ഫുള്ള് പഠിച്ചു കഴിഞ്ഞോ? DT ഒക്കെ എന്തായി പഠനമൊക്കെ? തെറ്റാണ്. തെറ്റാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രം. ക്ലിയർ? ചാപ്റ്ററിലോട്ട് കടക്കുന്നില്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ചാപ്റ്റർ വൈസിൽ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ നോക്കാം, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? ആ രൂപത്തിലല്ലേ വേണ്ടത്? സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഇത് പഠിച്ചിട്ടുണ്ടാവല്ലോ, എല്ലാവരും റിവൈസ് ചെയ്തിട്ടുണ്ടാവല്ലോ. ഓക്കെ, എനിവേ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നില്ലടോ, എപ്പോഴൊന്നും കാണുന്നില്ല. ഉണ്ട്. സോ നമുക്കറിയാം, പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല, നമ്മള് 115 BSc സബ്സെക്ഷൻ 1A കുറച്ച് പ്രാധാന്യം കൂടിയിട്ടുണ്ട്. കാരണം അത് ഡിഫോൾട്ട് സ്കീമായി മാറിയിട്ടുണ്ട്. 115 BSc സബ്സെക്ഷൻ 1A നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ഉണ്ടായിരുന്നുവെങ്കിലും പക്ഷെ നമുക്കത് ഡിഫാൾട്ട് അല്ലായിരുന്നു. ഡിഫാൾട്ട് ആയതായിരുന്നു 115 സബ്സെക്ഷൻ 6 അഥവാ നമ്മളുടെ ഓപ്ഷണൽ സ്കീം ആയിരുന്നു. ഓപ്ഷണൽ, ഇപ്പോഴത്തെ ഓപ്ഷണൽ ആയിരുന്നു, അത് ഡിഫാൾട്ട് ആയിട്ടുണ്ടായിരുന്നു. മീൻസ് നമ്മളുടെ പഴയ സ്കീം 2,50,000 ആ സ്കീം ആയിരുന്നു. പക്ഷെ ഇപ്പോ ഡിഫാൾട്ട് ആയിട്ടുള്ളത് ഏതാണ്? 115 BSc സബ്സെക്ഷൻ 1A ആണ്. സോ നിങ്ങൾ ആ രണ്ട് സെക്ഷൻസും ആദ്യം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. കാരണം പ്രശ്നങ്ങളുടെ RTP MTP ഇറങ്ങിയ സമയത്ത് അതില് ഫസ്റ്റത്തെ 2-3 ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ചോദിച്ചിരുന്നു. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ സെക്ഷൻ ആസ് പെർ സെക്ഷൻ 115 BSc സബ്സെക്ഷൻ 6 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ചോദിച്ചിരുന്നു. ക്ലിയർ? മീൻസ് ഡിഫാൾട്ട് ആണോ ഓപ്ഷണൽ ആണോ എന്ന് പറയാതെ സെക്ഷൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നേരിട്ട് ചോദിച്ചിരുന്നു. ക്ലിയർ? സോ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. ഇപ്പോ മുമ്പത്തെ പോലെയല്ല. കഴിഞ്ഞ ഡിസംബറിൽ എക്സാം ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു 115 BSc സബ്സെക്ഷൻ 1A. ക്ലിയർ? പക്ഷെ ഇപ്പോ അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അതിന് ടാക്സ് റേറ്റും അതിന്റെ റിബേറ്റും കാര്യങ്ങളും സർചാർജ് എല്ലാം അറിയാലോ. സർചാർജ് നമുക്കറിയാം 25% വരെ ഏതിലുള്ളൂ. നമ്മൾ ഇപ്പോഴത്തെ ഡിഫോൾട്ടിൽ 25% വരെ ഉള്ളൂ, 37 എന്നുള്ളത് ഇല്ല. അതേപോലെ തന്നെ റിബേറ്റിൽ 7 lakh ഉണ്ട്. 7 lakhന്റെ മുകളിൽ കിട്ടുന്ന കേസുണ്ട് റിബേറ്റ്. ക്ലിയർ? 7 lakhന്റെ മുകളിൽ കിട്ടുന്ന കേസുണ്ട്. നമ്മുടെ മാർജിനൽ റിലീഫ് പോലത്തെ ഒരു കൺസെപ്റ്റ് ഏതിലും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളുടെ 115 BSc സബ്സെക്ഷൻ 1A അഥവാ നമ്മുടെ ഡിഫോൾട്ടിലും കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലിയർ? സോ അതെല്ലാം അറിയുന്നുണ്ടല്ലോ. നമുക്ക് അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. 2 മാർക്കിലോ അല്ലെങ്കിൽ 1 വേർഡിലോ എവിടെയെങ്കിലും ആയിട്ട് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതിൽ നിന്നും? 115 BSc സബ്സെക്ഷൻ 1A എങ്ങനെയാണ് റിബേറ്റ് കാണുന്നത്. കാരണം ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ 5 lakhsന്റെ കേസൊക്കെ പഠിച്ച 5 lakhsന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ റിബേറ്റ് ഇല്ല, അതിന് താഴത്തേക്കാണെങ്കിൽ റിബേറ്റ് ഉണ്ട്. ദെൻ നമ്മൾ മുമ്പ് പഠിച്ച 7 lakhന് മുകളിലോട്ടാണെങ്കിൽ റിബേറ്റ് ഇല്ല, 7 lakhന് താഴത്തോട്ടാണെന്നുണ്ടെങ്കിൽ റിബേറ്റ് ഉണ്ട്. ഏതില്? 115 BSc സബ്സെക്ഷൻ 1A. പക്ഷെ ഇപ്പൊ എന്തും കൂടെ ഉണ്ട്. 115 BScയില് സബ്സെക്ഷൻ 1 അഥവാ നമ്മൾ ഡിഫോൾട്ടില് 7 lakhൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിലും എന്തുണ്ട്? റിബേറ്റ് ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7,28,000 25,000 ആ റേഞ്ചിലാണ് ആ ലിമിറ്റ് വരുന്നത്. ഓക്കെ,
കാരണം ഒരു മാർജിനൽ റിലീഫിൽ നമ്മൾ പഠിച്ച അതേപോലത്തെ ഒരു കൺസെപ്റ്റ് റിബേറ്റീവ് ഉണ്ട്, ഒക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ. സോ അത് നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കി വെച്ചിരിക്കണം. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതൽ ആണ്. കാരണം അമെന്റ്മെന്റ് വന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്നും ചാൻസ് വളരെ കൂടുതലാണ്. ക്ലിയർ? സോ അതിലോട്ട് നമ്മൾ കടക്കുന്നില്ല, പക്ക ബേസിക് ആയിട്ടുള്ള ഏരിയ ആണ്. എല്ലാവർക്കും ഓക്കെ അല്ലേ? റിബേറ്റ് കാണുന്നതും സർചാർജ് കാണുന്നതൊക്കെ ഓക്കെ അല്ലേടോ? ടാക്സ് കാണുന്നതൊക്കെ ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ സ്കോപ്പ് ഓഫ് ഇൻകത്തിൽ നിന്നും ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ എക്സാമിനും ഒന്നോ അതിന് ചിലപ്പോൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആവാം, ചിലപ്പോൾ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആവാം. ഓൾമോസ്റ്റ് എല്ലാ അറ്റംപ്റ്റ് നോക്കി കഴിഞ്ഞാലും നമുക്ക് എന്തുണ്ട്, സ്കോപ്പ് ഓഫ് ഇൻകത്തിൽ നിന്നും നമുക്ക് വരാറുണ്ട്. ക്ലിയർ? ഏതോട്ടല്ലേ ഓക്കെ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തുടങ്ങാം. സ്കോപ്പ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുറെ ഇൻകങ്ങൾ തന്നിട്ട് നമുക്ക് എന്ത് ഇത് ആർക്കൊക്കെയാണ് ടാക്സബിൾ, റെസിഡന്റിന് ടാക്സബിൾ ആണോ, ഓർഡിനറി റെസിഡന്റിന് ടാക്സബിൾ ആണോ, നോട്ട് ഓർഡിനറി റെസിഡന്റിന് ടാക്സബിൾ ആണോ എന്ന് കാണുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഞാനൊക്കെ ഫൈനൽ എക്സാം എഴുതിയ സമയത്ത് ഞാൻ എഴുതിയ അറ്റംപ്റ്റിൽ വരെ ഫൈനൽ എക്സാമിന് വരെ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ? സോ അത്രയും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ? സോ ഈ 7th ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? 7th ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന കുറച്ചും കൂടെ ഉണ്ടല്ലോ. വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, കാരണം അത്യാവശ്യം കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എടുത്തതാണ്. കാണുന്നില്ല, ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ല. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേ, ഞാൻ ബാക്കി ഭാഗം എന്നിട്ട് സ്ക്രോൾ ചെയ്തിട്ട് കാണിച്ചു തരാം. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ എല്ലാവരും. ഓക്കെ അല്ലേ? ദെൻ അതിന്റെ ബാക്കി ഭാഗം കൂടെ ഇവിടെ ഉണ്ട്. സോ ഇതും കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്ക് കേട്ടോ എല്ലാരും. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി എല്ലാവരും പഠിച്ചതാണ്. റിവിഷന്റെ ടൈമിലായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. സോ എല്ലാവരും ചെയ്ത് നോക്കിയേ. ഒരു 5 മിനിറ്റ് സമയം തരാം. അത്രയും സിമ്പിൾ ആണ്. ജസ്റ്റ് ഓരോന്നിലും ടാക്സബിൾ ആണോ അല്ല ആണെങ്കിൽ ഇത്ര എമൗണ്ട് എന്നുള്ളത് ജസ്റ്റ് ചെയ്താനേ ഉള്ളൂ. സോ എല്ലാവരും ഒരു 5 മിനിറ്റ് സമയം തരാം. ഒന്ന് ചെയ്ത് നോക്കിയേ. ഇപ്പൊ 7:14 ആയി, 7:20 വരെ. ക്ലിയർ? 7:20 വരെ. സോ എല്ലാവരും ചെയ്യും പെട്ടെന്ന്. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടാത്തുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, വേഗം കിട്ടിയവരും കിട്ടും. ആൻസർ ഒന്ന് എഴുതി വിട്ടോ. ആൻസർ കമന്റ് ചെയ്യും കിട്ടിയവര് വേഗം. കിട്ടിയിട്ടില്ല. സോ ഈ ഭാഗത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്ക്. ഞാൻ അടിയിലോട്ട് ബാക്കി സ്ക്രോൾ ചെയ്ത്. പക്ഷെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. പേജ് വൈസ് വരുന്നില്ല. ഇപ്പൊ കാണുന്നില്ലേ? ഇപ്പൊ മൊത്തത്തിൽ കാണുന്നില്ലേ? ഓക്കെ, വേഗം ചെയ്യും.
കുറക്കുന്നില്ലല്ലോ, നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്തില്ല. തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അത് ഇൻകം പോലെയല്ല വരുന്നത്. തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുമ്പോൾ അതിന് എക്സ്പെൻസ് ആയിട്ട് കുറച്ച് പക്ഷെ അത് കുറക്കാൻ പറ്റില്ല, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, ചെയ്ത് നോക്കിയാണോ? ചെയ്ത് നോക്കിയോ? യെസ്, കിട്ടി. എത്ര കിട്ടി ദിൽഷാദ് എന്ന് പറഞ്ഞ? പ്രസിഡന്റിന് എത്ര കിട്ടി? പ്രസിഡന്റ് ഓഡിയൻസ് പ്രസിഡന്റ് എത്ര കിട്ടി? നോട്ട് ഔട്ട് പ്രസിഡന്റിന് എത്ര കിട്ടി? ഫുള്ളായിട്ടില്ല. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്
compute the total income in the hands of an individual aged 35 years. Being a resident and odd resident but not odd resident and non-resident for the assessment year 2024 and 25. Okay, Analo. First, interest on UK development bond. അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സ്കോപ്പ് ഓഫ് ഇൻകം ഇതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റിന് ടാക്സബിൾ ആയിട്ടുള്ള എന്ത് ഇൻകം കിട്ടിക്കഴിഞ്ഞാലും അതെന്താണ്? ടാക്സബിൾ ആണ്. ടാക്സബിൾ മീൻസ് എക്സെപ്റ്റഡ് ആവാത്ത ഇൻകം. ഇപ്പൊ അഗ്രികൾച്ചറൽ ഇൻകം എക്സെപ്റ്റഡ് ആണ് നമുക്കറിയാം, അത് അവനെ എക്സെപ്റ്റഡ് ആണ്. ക്ലിയർ? അല്ലാതെ ടാക്സബിൾ ആയിട്ടുള്ള നമ്മുടെ ഇൻകങ്ങൾ ഉണ്ടല്ലോ, ഏത് കിട്ടിക്കഴിഞ്ഞാലും റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വേൾഡിന്റെ എവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ എവിടുന്ന് ഡ്യൂ ആയി കഴിഞ്ഞാലും ശരി അവന് ടാക്സബിൾ ആയിരിക്കും. ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ക്ലിയർ? റെസിഡന്റ് ആണ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഇങ്ങനത്തെ ആളുകൾക്ക് ഇന്ത്യയിൽ ടാക്സബിൾ ആകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് കിട്ടുന്ന ഇൻകം ഇന്ത്യയിൽ നിന്നും കിട്ടിയിരിക്കണം, ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്തിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിൽ നിന്നും റിസീവ് ചെയ്താലും മതി. പക്ഷെ അത് ആ ഇൻകം എവിടുന്ന് ഡ്യൂ ആകണം? ഇന്ത്യയിൽ നിന്നും ഡ്യൂ ആകണം. മൂന്നാമത്തെ ഒരു കേസ്, ആ വ്യക്തികൾക്ക് കിട്ടുന്ന ഇൻകം, റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റിന് കിട്ടുന്ന ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ്. ഡ്യൂ ആകുന്നതും ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബിസിനസ്സിൽ നിന്ന് തന്നെയാണ്. ക്ലിയർ? പക്ഷേ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ സെറ്റപ്പ് എവിടുന്നായിരിക്കണം? ആ ബിസിനസിന്റെ സെറ്റപ്പ് എവിടുന്നായിരിക്കണം? ഇന്ത്യയിൽ നിന്നായിരിക്കണം. സോറി, ബിസിനസിന്റെ കൺട്രോൾ ഇന്ത്യയിൽ നിന്നായിരിക്കണം. ഇനി പ്രൊഫഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ സെറ്റപ്പ് എന്തായിരിക്കണം? ഇന്ത്യയിൽ നിന്നായിരിക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ആ ഇൻകത്തിന്റെ മുകളിൽ ആര് ടാക്സ് കൊടുക്കണം? റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ഇന്ത്യയിൽ ടാക്സ് കൊടുത്തിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി നോൺ റെസിഡന്റ് കേസ് ആണ് എന്നുണ്ടെങ്കിലോ അവർക്ക് ഇന്ത്യയിൽ നിന്നും ഡ്യൂ ആയാലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് റിസീവ് ആയാലോ മാത്രമേ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ല, നേരത്തെ നമ്മൾ നോട്ട് ഓർഡിനറി റെസിഡന്റിന് പറഞ്ഞ പോലെ എന്ത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഡ്യൂ ആകുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ കൺട്രോളോ അല്ലെങ്കിൽ സെറ്റപ്പോ ഒന്നും ഇന്ത്യയിലായിട്ടും കാര്യമില്ല. ആർക്ക് ടാക്സബിൾ അല്ല? നോൺ റെസിഡന്റിന് ടാക്സബിൾ അല്ല. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള നമ്മുടെ റൂള്. ക്ലിയർ? ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ UK ഡെവലപ്മെന്റ് ബോണ്ട് 50% ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ ഇന്ത്യ. UK ഡെവലപ്മെന്റ് ബോണ്ടിൽ നിന്ന് എന്ത് കിട്ടി? 10,000 രൂപ നമുക്ക് എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് കിട്ടി. അതിന്റെ 50% ഇന്ത്യ മീൻസ് 5,000 ഇന്ത്യയിൽ നിന്നാണ് കിട്ടുന്നത്, 5,000 UK നിന്നാണ് കിട്ടുന്നത്. സോ ഇന്ത്യയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് 3 പേർക്ക് എന്താണ്? ടാക്സബിൾ ആണ്. ക്ലിയർ? സോ അത് റെസിഡന്റിനായാലും ഓർഡിനറി റെസിഡന്റിനായാലും നോട്ട് ഓർഡിനറി റെസിഡന്റിനായി കഴിഞ്ഞാലും അതെന്താണ്? ടാക്സബിൾ ആണ്. ക്ലിയർ? സോ 5,000. ഇനി അവിടെ ഒരു 5,000 ബാക്കിയുണ്ട്. സോ ആ 5,000 ഇൻട്രസ്റ്റ് ഓൺ UK ഡെവലപ്മെന്റ് ബോണ്ട് മീൻസ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ് ഡ്യൂ ആകുന്നത്. ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് 5,000 റിസീവ് ചെയ്യുന്നത്. സോ അത് ആർക്ക് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ? 5,000 അപ്പോ ആർക്ക് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ? റെസിഡന്റ് ഓർഡിനറി റെസിഡന്റിന് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. ക്ലിയർ ആണോ? ഫസ്റ്റ് കേസ് ക്ലിയർ ആണോ? ക്ലിയർ? സോ ഞാൻ ഓരോന്നും എടുത്ത് എഴുതുന്നില്ല, ജസ്റ്റ് ആൻസർ നമുക്ക് നോക്കാം. ഇത് സമയം ഒരുപാട് പോകും, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ ഫസ്റ്റ് കേസ് 10,000, 5,000, 5,000. ക്ലിയർ ആണല്ലോ? ദെൻ ഇനി രണ്ടാമത്തെ കേസ്, ഇൻകം ഫ്രം എ ബിസിനസ് ഇൻ ചെന്നൈ 50% റിസീവ്ഡ് ഇൻ ഇന്ത്യ. ചെന്നൈയിൽ നിന്നുള്ള ഒരു ബിസിനസ്സിൽ നിന്നാണ്. പിന്നെ അവിടെ എവിടെ നിന്ന് കിട്ടി എന്നുള്ളതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഡ്യൂ ആകുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ്. സോ ഈ 20,000 എല്ലാവർക്കും ടാക്സബിൾ, 3 പേർക്കും ടാക്സബിൾ. ക്ലിയർ? സോ ആൻസറിൽ 3 പേർക്കും ടാക്സബിൾ. അടുത്തത്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഷെയർസ് ഓഫ് ആൻ ഇന്ത്യൻ കമ്പനി റിസീവ്ഡ് ഇൻ ലണ്ടൻ. ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ സെയിൽ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. അത് ലണ്ടനിൽ നിന്നാണ് കിട്ടുന്നത്. സോ നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ലണ്ടനിൽ നിന്ന് കിട്ടിയോ ഇല്ലോ നോക്കേണ്ട ആവശ്യമില്ല. എവിടെ നിന്നാണ് ഡ്യൂ ആകുന്നത്? ഇന്ത്യയിൽ നിന്നാണ് ഡ്യൂ ആകുന്നത്. കാരണം ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ആണ്. സോ ഇന്ത്യയിൽ നിന്നാണ് ഡ്യൂ ആകുന്നത്. സോ ഈ 20,000 എന്താണ്? എല്ലാവർക്കും ടാക്സബിൾ. ക്ലിയർ? അടുത്ത പോയിന്റ്, ഡിവിഡന്റ് ഫ്രം ബ്രിട്ടീഷ് കമ്പനി റിസീവ്ഡ് ഇൻ ലണ്ടൻ.
ഡിവിഡന്റ് ഫ്രം ബ്രിട്ടീഷ് കമ്പനിയുടെ ഡിവിഡന്റ് ആണ്. സോ ഡ്യൂ ആകുന്നത് എവിടെ നിന്നാണ്? ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ്. റിസീവ്ഡ് ഇൻ ലണ്ടൻ, റിസീവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ്. സോ അത് ആർക്ക് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ? അപ്പോ റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റിന് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. സർ അതെന്താ നോട്ട് ഓർഡിനറി റെസിഡന്റ് ടാക്സബിൾ ആവാത്തത്? നമ്മൾ പറഞ്ഞിരുന്നത് നോട്ട് ഓർഡിനറി റെസിഡന്റ് ടാക്സബിൾ ആകണം എന്നുണ്ടെങ്കിൽ ആ ബിസിനസിന്റെ കൺട്രോള് ഇന്ത്യയിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ പ്രൊഫഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ സെറ്റപ്പ് ഇന്ത്യയിൽ നിന്നായിരിക്കണം. ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. സോ അത് ആർക്ക് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ? അപ്പോ ഈ 5000 റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റിന് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. ക്ലിയർ ആണോ? നെക്സ്റ്റ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് അറ്റ് ജർമ്മനി. ജർമ്മനിയിൽ നിന്ന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി, അതിന്റെ 50% ഇന്ത്യയിൽ നിന്നാണ് കിട്ടുന്നത്. സോ 40,000-ന് 20,000 എന്താണ്? എല്ലാവർക്കും ടാക്സബിൾ ആണ്. സോ ബാക്കി 20,000 ആർക്ക് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ? അപ്പോ ആർക്ക് മാത്രമേ ആവുള്ളൂ? റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റിന് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. സോ അപ്പൊ 40,000, 20,000, 20,000 അങ്ങനെ വരും. ക്ലിയർ? Then next, income earned from business in Germany which is controlled from Delhi. 40,000 received in India. So 70,000 ആണ്. 70,000 ആണ്. അതിൽ 40,000 ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ 40,000 എന്താണ്? ആ 3 പേർക്കും ടാക്സബിൾ ആണ്. 3 പേര് എന്ന് പറഞ്ഞാൽ റെസിഡന്റിനും, ഓർഡിനറി റെസിഡന്റ്, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്, 3 പേർക്കും ടാക്സബിൾ ആണ് 40,000. Then ബാക്കി വരുന്ന 30,000 റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റ് ടാക്സബിൾ ആണ് നമുക്കറിയാം. ഇനി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റിനും ഇവിടെ ടാക്സബിൾ ആണ് ബാക്കി 30,000. കാരണം എന്താണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഫ്രം ബിസിനസ് ഇൻ ജർമ്മനി വിച്ച് ഈസ് കൺട്രോൾഡ് ഫ്രം ഡൽഹി. ഡൽഹിയിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ബാക്കി 30,000 അപ്പൊ ആർക്കും കൂടെ ടാക്സബിൾ ആണ്? റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റിനും ടാക്സബിൾ ആണ്. നോൺ റെസിഡന്റിനോ? നോൺ റെസിഡന്റ് അങ്ങനെ ബിസിനസിന്റെ കൺട്രോളും സെറ്റപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ടാക്സബിൾ ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഡ്യൂ ആകണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ വരിക? 70,000, 70,000, 40,000. ക്ലിയർ? 70, 70, 40. നെക്സ്റ്റ്, പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ ഡൽഹി. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഡൽഹി എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഇന്ത്യയിൽ നിന്നാണ് ഡ്യൂ ആകുന്നത്. എല്ലാവർക്കും ടാക്സബിൾ 15,000. നെക്സ്റ്റ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ലണ്ടൻ, ഡെപ്പോസിറ്റ് ബാങ്ക് അറ്റ് ലണ്ടൻ, ബ്രോട്ട് ടു ഇന്ത്യ, കമ്പ്യൂട്ടർ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ലണ്ടൻ. ലണ്ടനിൽ നിന്നുള്ള ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് എന്ത് കിട്ടി? ഇൻകം കിട്ടി. ക്ലിയർ? ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക് അറ്റ് ലണ്ടൻ, ബ്രോട്ട് ടു ഇന്ത്യ. ഇന്ത്യയിലോട്ട് എന്ത്? കമ്പ്യൂട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റ്. എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള കമ്പ്യൂട്ട് ചെയ്തതാണ്. ക്ലിയർ? അല്ല, സോ ഇത് കമ്പ്യൂട്ട് ചെയ്യാതെ തന്നിട്ടുണ്ടെങ്കിലോ, റെന്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ലണ്ടൻ ആണെന്നുണ്ടെങ്കിലോ 30% നമ്മളെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സെക്ഷൻ 24A സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ലെസ് ചെയ്യേണ്ടി വരും. ക്ലിയർ? ഇവിടെ പിന്നെ അതിന്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഈ ലണ്ടന് അപ്പൊ കിട്ടുന്നത് എവിടെ നിന്നാണ്? ലണ്ടനിൽ നിന്നാണ്. പിന്നീട് അവൻ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ക്ലിയർ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. റെസിപ്റ്റ് എപ്പോഴും നമ്മൾ നോക്കുക ഫസ്റ്റ് റെസിപ്റ്റ് ആണ്. ക്ലിയർ? ഫസ്റ്റ് റെസിപ്റ്റ് എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് റെസിപ്റ്റ്. സോ ഇതിന് ഫസ്റ്റ് റെസിപ്റ്റ് എവിടെയാണ്? ലണ്ടനിലാണ്. പിന്നീട് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാണ് ചെയ്യുന്നത്. സോ ലണ്ടനിൽ ഫസ്റ്റ് റെസിപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് എവിടെന്നാ റിസീവ് ചെയ്യുന്നത്? ലണ്ടനിൽ. ഡ്യൂ ആകുന്നത് എവിടെന്നാ? ലണ്ടനിൽ നിന്നാണ് ഡ്യൂ ആകുന്നത്. സോ ഈ 50,000 ആർക്ക് മാത്രമേ ടാക്സബിൾ ഉള്ളൂ? റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റിന് മാത്രമേ ടാക്സബിൾ ഉള്ളൂ. നോട്ട് റെസിഡന്റിന് ടാക്സബിൾ ആണോ? അല്ല. നോട്ട് റെസിഡന്റ് ടാക്സബിൾ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബിസിനസിന്റെ സെറ്റപ്പ്, അല്ല കൺട്രോള്, പ്രൊഫഷന്റെ സെറ്റപ്പ്, രണ്ടും അല്ല. ഇത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ക്ലിയർ? സോ 50,000 ഒരാൾക്ക് മാത്രം ടാക്സബിൾ. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ ആൻ ഇന്ത്യൻ കമ്പനി റിസീവ്ഡ് ഇൻ ലണ്ടൻ. ഇന്ത്യൻ കമ്പനിയുടെ ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കിട്ടി കഴിഞ്ഞു, എല്ലാവർക്കും ടാക്സബിൾ. കാരണം ഇന്ത്യൻ കമ്പനിയുടേതാണ് കിട്ടുന്നത്, ലണ്ടനിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷെ ഡ്യൂ എവിടുന്ന? ഇന്ത്യയിൽ നിന്നാണ്, കാരണം ഇന്ത്യൻ കമ്പനിയുടേതാണ്. നെക്സ്റ്റ്, ഫീ ഫോർ ടെക്നിക്കൽ സർവീസ് റെന്റഡ് ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഇൻ ലണ്ടൻ 8,000 rupees. എല്ലാവർക്കും ടാക്സബിൾ. കാരണം എന്താ? ഇനി ഇന്ത്യയാണ്. ക്ലിയർ? നെക്സ്റ്റ്, പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ മുംബൈ. എല്ലാവർക്കും ടാക്സബിൾ. മുംബൈ കാണുമ്പോൾ തന്നെ ടാക്സബിൾ 26,000. നെക്സ്റ്റ്, ഇൻകം ഫ്രം പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് ഇൻ നേപ്പാൾ റിസീവ്ഡ്. അവിടെ നിന്നാണ്, നേപ്പാളിൽ നിന്നാണ്, അവിടെ തന്നെ കിട്ടി ചെയ്തു. സോ ആർക്ക് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ? അപ്പോ ആർക്ക് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ? റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റിന് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, എവിടെ എത്തിപ്പോ? ഫാസ്റ്റ് ഫോറിൻ അൺടാക്സ്ഡ് ബ്രോട്ട് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 5,000. അതെന്താണ്? ആർക്കും ടാക്സബിൾ അല്ല. നമുക്കറിയാം, ഈ ചാപ്റ്ററിൽ നിങ്ങൾ അതും കൂടെ പഠിച്ചിട്ടുണ്ടാവും. ഫാസ്റ്റിൽ അൺടാക്സ്ഡ് ആയിട്ടുള്ള ഇൻകങ്ങൾ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. സോ ഈ 5,000 എന്താണ്? എക്സംപ്റ്റഡ് ആണ്, ആർക്കും ടാക്സബിൾ അല്ല. ക്ലിയർ? പിന്നീട് ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ നേപ്പാൾ. അഗ്രികൾച്ചറൽ ലാൻഡ് ഫുള്ളി എക്സംപ്റ്റഡ് അല്ലേ?
അത് ഇന്ത്യൻ അഗ്രികൾച്ചറൽ ലാൻഡ് ആണ്, ഇന്ത്യൻ അഗ്രികൾച്ചറൽ ലിങ്ക് ആണ് ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്. നേപ്പാളിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ടാക്സബിൾ ആണ്. ക്ലിയർ? സോ അവിടെ തന്നെയാണ് റിസീവ് ചെയ്യുന്നത്, അവിടെ തന്നെയാണ് ഡ്യൂ ആകുന്നത്. സോ 18,000 ആർക്ക് മാത്രമേ ടാക്സബിൾ ഉള്ളൂ? അപ്പോ റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റിന് മാത്രമേ ടാക്സബിൾ ഉള്ളൂ, നോട്ട് ഓർഡിനറി റെസിഡന്റിന് ടാക്സബിൾ അല്ല. ക്ലിയർ? നെക്സ്റ്റ്, ഇൻകം പ്രൊഫഷൻ ഇൻ കെനിയ വിച്ച് വാസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ റിസീവ്ഡ് ബട്ട് സ്പെൻഡ് ഇൻ ഇന്ത്യ. 5,000 rupees ഇൻകം ഫ്രം പ്രൊഫഷൻ ഇൻ കെനിയ. കെനിയയിൽ നിന്നാണ് കിട്ടുന്നത്. സോ അവിടെ നിന്നാണ് ഡ്യൂ ആകുന്നത്. റിസീവ്ഡ് ദർ, അവിടെ തന്നെയാണ് റിസീവ് ചെയ്യുന്നത്. പക്ഷെ ചെലവഴിക്കുന്നത് ഇന്ത്യയിലാണ്. ചെലവഴിക്കുന്നത് എവിടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റിസീവ് ആകുന്നത് എവിടെ, ഡ്യൂ ആകുന്നത് എവിടെ, അതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇത് രണ്ടും ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ്. പക്ഷേ ആ പ്രൊഫഷന്റെ സെറ്റപ്പ് എവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്? ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് ആർക്കൊക്കെ ടാക്സബിൾ ആവും? അപ്പോ ഓർഡിനറി റെസിഡന്റിനും ടാക്സബിൾ ആവും, നോട്ട് ഓർഡിനറി റെസിഡന്റിനും ടാക്സബിൾ ആവും. ക്ലിയർ? സോ 5,000 രണ്ടു പേർക്കും ടാക്സബിൾ ആവും. അടുത്തത്, ഗിഫ്റ്റ് റിസീവ്ഡ് ഓൺ ദ ഒക്കേഷൻ ഓഫ് ഹിസ് വെഡിങ്. നിങ്ങള് ഇൻകം ഫ്രം അതർ സോഴ്സ് അവിടെ പഠിച്ചിട്ടുണ്ടാവും. വെഡിങ്ങിന്റെ അന്ന് ആരുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ എന്താണ്? അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, ആർക്കും ടാക്സബിൾ അല്ല. വെഡിങ്ങിന്റെ അന്ന് ആര് തന്നു കഴിഞ്ഞാലും, എത്ര എമൗണ്ടിന് തന്നു കഴിഞ്ഞാലും, അത് റിലേറ്റീവ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആര് തന്നു കഴിഞ്ഞാലും എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, ആർക്കും ടാക്സബിൾ അല്ല. സോ 20,000 ആർക്കും ടാക്സബിൾ അല്ല. പിന്നെ അടുത്തത്, ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്ന് എന്ത് കിട്ടി? 12,000 രൂപ കിട്ടി. സോ അതെല്ലാവർക്കും ടാക്സബിൾ, കാരണം ഇന്ത്യയിൽ നിന്നാണ്. സോ ഈ സേവിംഗ് ബാങ്കിന്റെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു കാര്യം വരണം. എന്ത്? സെക്ഷൻ 80 TTA ആൻഡ് സെക്ഷൻ 80 TTB ഡിഡക്ഷനിൽ നിങ്ങൾ പഠിച്ചൊരു കാര്യമാണ്. എന്ത്? സേവിംഗ് ബാങ്കിൽ നിന്നും ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ 10,000 രൂപ വരെ എന്തുണ്ട്? സെക്ഷൻ 80 TTA പ്രകാരം നമുക്ക് ഡിഡക്ഷൻ കിട്ടും. സോ അത് നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. പലരും എടുക്കാതെ പോകുന്ന ഒരു പോയിന്റ് ആണ്. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ 10,000 രൂപ ഡിഡക്ഷനും കൂടെ ഉണ്ടാവും കേട്ടോ. അത് നമ്മളുടെ മനസ്സിൽ ആ സംഭവം വേണം. അത് ഇവിടെ നിന്നല്ല, ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, നമ്മൾ ടോട്ടൽ ഇൻകത്തിന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും എന്താണ്, ആരും ഇത് എടുക്കൂല. കാരണം ഇത് ക്വസ്റ്റ്യൻ അങ്ങനെ പ്രത്യേകം പറയില്ല. IFOSൽ ഉണ്ടാവും എന്ത്, സേവിംഗ് ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് ക്വസ്റ്റ്യൻ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയില്ല അത് ഡിഡക്ഷൻ ആണെന്നൊന്നും. സോ നമ്മളുടെ മനസ്സിൽ അത് വേണം. സെക്ഷൻ 80 TTBയിൽ എന്താ പറയുന്നത്? സപ്പോസ് അസസി ആരാണ്? സീനിയർ സിറ്റിസൺ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? 10,000 ലിമിറ്റ് 50,000 ആയിട്ട് മാറും കേട്ടോ. 50,000 ആയിട്ട് മാറും. സോ സീനിയർ സിറ്റിസൺ ആകുമ്പോൾ മറ്റൊരു ബെനിഫിറ്റും കൂടെ ഉള്ളത്, അവർക്ക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റിന് മുകളിൽ മാത്രമല്ല ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ എന്തുണ്ട്? ഡിഡക്ഷൻ ഉണ്ട്. രണ്ടും കൂടെ മാക്സിമം എത്ര കിട്ടും ഡിഡക്ഷൻ? 50,000 കിട്ടും. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ്, ഇൻകം ഫ്രം എ ബിസിനസ് ഇൻ റഷ്യ കൺട്രോൾഡ് ഫ്രം റഷ്യ. സോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആർക്ക് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ? റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റിന് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് എന്താണ്? ഡിവിഡന്റ് ഫ്രം റിലയൻസ് പെട്രോൾ ലിമിറ്റഡ് ആൻഡ് ഇന്ത്യൻ കമ്പനി. സോ എല്ലാവർക്കും ടാക്സബിൾ 5,000. അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം എ ലാൻഡ് ഇൻ രാജസ്ഥാൻ 15,000. അതെന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം എ ലാൻഡ് ഇൻ രാജസ്ഥാൻ, അഗ്രികൾച്ചറൽ ഇൻകം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ക്ലിയർ? സോ അവിടെ ആൻസറിലോട്ട് നോക്കി കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ഇൻകം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, ഡിവിഡന്റ് ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, സിമ്പിൾ. ആൻസർ കണ്ടല്ലോ. ടോട്ടൽ ഇൻകം എല്ലാം കൂട്ടിയത്. ദെൻ സെക്ഷൻ 80 TTA പ്രകാരം 10,000 രൂപ വരെ ഡിഡക്ഷൻ എടുത്തിട്ടുണ്ട്. ബാക്കി ടോട്ടൽ ഇൻകത്തിന്റെ ആൻസർ. റംഷാദ്, സെക്ഷൻ 80 TTA സീനിയർ സിറ്റിസണിന് കിട്ടുമോ? സീനിയർ സിറ്റിസൺ 80 TTB. 80 TTA ആർക്കാണ്? സിറ്റിസൺ ആണ്. സീനിയർ സിറ്റിസണിന് 80 TTB അപ് ടു 50,000 കേട്ടോ. 50,000 വരെ ഡിഡക്ഷൻ ഉണ്ട്. അത് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റിന് മുകളിൽ മാത്രമല്ല, ഫിക്സഡ് ഡെപ്പോസിറ്റിന് മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റിന് മുകളിലും ആർക്ക് ഡിഡക്ഷൻ ഉണ്ട്? സീനിയർ സിറ്റിസണിന്. രണ്ടും കൂടെ മാക്സിമം 50,000 വരെ. 80 TTAല് സിറ്റിസണ് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റിന് മാത്രമേ എന്തുള്ളൂ? ഡിഡക്ഷന് കൊടുക്കുന്നുള്ളൂ. ക്ലിയർ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഓൾമോസ്റ്റ് എല്ലാ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കി കഴിഞ്ഞാലും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ക്ലിയർ? 115 BAC 1A ആണെങ്കിൽ 80 TTA ഇല്ലല്ല. 115 BAC 1A ആണ് എന്നുണ്ടെങ്കിൽ ആകെ നമുക്ക് 3 ഡിഡക്ഷനെ നമുക്ക് അവൈലബിൾ ഉള്ളൂ. നമ്മൾ ഡിഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിലെ 3 ഡിഡക്ഷൻ. ഒന്ന് ഏതാ? 80 CCD സബ്സെക്ഷൻ 2, മറ്റൊന്ന് 80 CCH സബ്സെക്ഷൻ 2, മറ്റൊന്ന് 80 JJAA. JJAA ഏതായിരുന്നു? അഡീഷണൽ എംപ്ലോയീസിന് വരുന്ന എക്സ്പെൻസ്. ദെൻ 80 CCH സബ്സെക്ഷൻ 2 ഏതാണ്? അഗ്നിവീർ ഫണ്ടിലോട്ട് ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ. ദെൻ 80 CCD സബ്സെക്ഷൻ 2 NPS-ലോട്ടുള്ള കോൺട്രിബ്യൂഷൻ. സോ ഈ 3 ഡിഡക്ഷൻസ് മാത്രമേ എന്തുള്ളൂ? നമുക്ക് 115 BAC സബ്സെക്ഷൻ 1A ഡിഡക്ഷൻ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഏതിലാണ് വരുന്നത്? BAC സബ്സെക്ഷൻ 6ലാണ് വരുന്നത്.
ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയാലും ടോട്ടലിംഗത്തിന് വലിയ വലിയ ക്വസ്റ്റ്യൻ ആയാലൊക്കെ സബ്സെക്ഷൻ 6-നാണ് മീൻസ് നമ്മുടെ ഓപ്ഷനിലാണ് എന്ത് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. കാരണം അതിലാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനുള്ളതും കാര്യങ്ങളൊക്കെ. ക്ലിയർ? കാരണം കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നതൊക്കെ അതിലാണ് കൂടുതൽ ഡിറ്റക്ഷൻസും എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ക്ലിയർ? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് ക്ലിയർ ആണോ എല്ലാവർക്കും? നിങ്ങൾക്ക് ആ സ്കോപ്പ് ഓഫ് ഇൻകം എന്നുള്ള ചാപ്റ്ററിൽ തന്നെ ആകെ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ മതി. ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. കാരണം അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഇന്ത്യയിൽ നിന്ന് ഡ്യൂ ആയി കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ടാക്സിബിൾ ആണ്. അവിടെ പിന്നെ വേറെ വർത്താനൊന്നുമില്ല, എല്ലാവർക്കും ടാക്സിബിൾ. ക്ലിയർ? പിന്നെ അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നോട്ട് ഓർഡിനറി റെസിഡന്റിനും ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതേപോലെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് ഡ്യൂ ആകുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആർക്ക് ടാക്സിബിൾ ആണ്? റെസിഡന്റിന് ടാക്സിബിൾ ആണ്. അവർക്ക് എപ്പോഴും ടാക്സിബിൾ ആണ്. റെസിഡന്റ് മീൻസ് റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റ്, അവർക്ക് എപ്പോഴും എന്ത് ഇൻകം കിട്ടി കഴിഞ്ഞാലും ടാക്സിബിൾ ആണ്. നോട്ട് ഓർഡിനറി റെസിഡന്റിന് ആ ഇൻകം ടാക്സിബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സിൽ നിന്നാണെങ്കിൽ അതിന്റെ കൺട്രോൾ ഇന്ത്യയിൽ നിന്നായിരിക്കണം. പ്രൊഫഷൻ ആണെങ്കിൽ അതിന്റെ സെറ്റപ്പ് ഇന്ത്യയിൽ നിന്നായിരിക്കണം. നോൺ റെസിഡന്റിന് അതൊന്നും ബാധിക്കില്ല. നോൺ റെസിഡന്റിന് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും എന്ത് ചെയ്യണം? ഡ്യൂ ആകാം. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണ്? പിന്നെ അവിടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണാനില്ല, പിന്നെ എല്ലാവർക്കും അറിയില്ല. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, എല്ലാവർക്കും അറിയില്ല. 152 ദിവസവും അതൊക്കെ എല്ലാവർക്കും അറിയില്ല. സിമ്പിൾ ഏരിയ ആണ്. സോ നിങ്ങൾ അതും കൂടെ എന്ത് ചെയ്യണം? നോക്കി വെക്കണം. ഓക്കെ ആണല്ലോ? സിമ്പിൾ അല്ലേടോ? ഓക്കെ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യന്, നോക്കാം. ഓക്കെ. ഈ 12ാമത്തെ ക്വസ്റ്റ്യൻ, കാണുന്നുണ്ടോ? 12ാമത്തെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? 12ാമത്തെ ക്വസ്റ്റ്യൻ, ദിസ് വൺ. ഇല്ല, സൂം ചെയ്ത് തരാം. ഇപ്പൊ ചെയ്യാം. യെസ്, 112ാമത്തെ ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കറിയാം എന്ത്, റെന്റ് ഫ്രീ അക്കോമഡേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. നമുക്കറിയാം പെർക്വിസിറ്റുകൾ, സാലറിയിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പെർക്വിസിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവും, എന്തായാലും അതിലുണ്ടാവും. പെർക്വിസിറ്റ് അതിന്റെ ഒരു ഭാഗമായിരിക്കും ഒരു ക്വസ്റ്റ്യൻ. ആ പെർക്വിസിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് എന്ത്, റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അമെന്റ്മെന്റ് വന്നിരുന്നു ഇപ്രാവശ്യം. ക്ലിയർ? എന്താണ് അമെന്റ്മെന്റ് വന്നിരുന്നത്? നമ്മളുടെ പണ്ട് പഠിച്ച പണ്ട് എങ്ങനെ പഠിച്ചിരുന്നു? 7.5, 10, 15% ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അന്ന് പോപ്പുലേഷന്റെ ബേസിൽ ഇപ്പൊ അത് മാറ്റിയിട്ടുണ്ട്. 5, 7.5, 10 എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. സോ എല്ലാവർക്കും അറിയാലോ, ആ അമെന്റ്മെന്റ് വന്നത് August 31 ആയിരുന്നു. സോ നമ്മൾ ഇപ്രാവശ്യം റെന്റ് ഫ്രീ അക്കോമഡേഷൻ കാണുന്ന സമയത്ത് ഫസ്റ്റ് 5 മാസത്തിന് മീൻസ് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 5 മാസത്തിന് നമ്മൾ പഴയത് പഠിച്ച, നമ്മൾ ഓൾഡിൽ പഠിച്ച ആ പ്രകാരമാണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ കാണേണ്ടത്. അവിടെ ഇങ്ങോട്ട് 7 മാസത്തേക്ക് പുതിയ പ്രകാരം മീൻസ് പുതിയ റേറ്റ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? സോ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ അമെന്റ്മെന്റ് മനസ്സിലാക്കി തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? സോ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാ, ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് ചെയ്ത് നോക്കിയാ, ഒരു 3 മിനിറ്റ് സമയം തരാം.
45 ആകുമ്പോഴേക്കും പെട്ടെന്ന് വേഗം ചെയ്ത് നോക്കിയേ. ചെയ്തോ ആരെങ്കിലും? ചെയ്തോക്കാം. ചെയ്തോടോ, ആരെങ്കിലും ചെയ്തോ?
ചെയ്തോടോ. ആരും ചെയ്തില്ല? ചെയ്ത് നോക്കാന്നാല്. ആരും റിപ്ലൈ ഒന്നും ഇല്ലടോ. ചെയ്ത് നോക്കിയോ? ഇല്ല. ശരിയാവണില്ല. എത്ര കിട്ടിയേ? ലുബിനൊക്കെ എത്ര ആൻസർ കിട്ടിയേ പറഞ്ഞേ? എത്ര കിട്ടിയേ? തെറ്റിക്കോട്ടോ, കുഴപ്പമൊന്നുമില്ല, പറ. 92,600 ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്യൂസിറ്റി അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. First, X Limited provided the following perquisites to its employee Mr. Y for the previous year 2023-24. Okay. Accommodation taken on lease by X Limited for 15,000 per month. Then 5,000 per month is recovered from the salary of Mr. Y. Y ൽ നിന്ന് 5,000 രൂപ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഫർണിച്ചർ കൊടുക്കുന്നുണ്ട്. അതിന് 3,000 രൂപയാണ് എക്സ് ലിമിറ്റഡ് റെന്റിന് എടുത്തിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്. അതിന് എംപ്ലോയിന്റെ കയ്യിൽ നിന്നൊന്നും റിക്കവർ ചെയ്യുന്നില്ല. ഓക്കെ. പിന്നെ കാർ ഉണ്ട്, പിന്നെ ഗിഫ്റ്റ് വൗച്ചറും ഉണ്ട്. ദെൻ പെർക്വിസിറ്റ് കാണാൻ വേണ്ട സാലറി ഓൾറെഡി അവർ കമ്പ്യൂട്ട് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. 9 lakhs ആണ് എടുക്കേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ക്ലിയർ? കാരണം സാലറി നമുക്ക് കാണേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ കാരണം നമുക്ക് സാലറി കൂടെ ഒക്കെ കാണാവുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം വരുന്നത്. പക്ഷെ ഇത് കാണാനുള്ള കാരണം, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കാരണം ഈ ഒരു അമെന്റ്മെന്റ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണ്. നമുക്കറിയാം റെന്റ് ഫ്രീ അക്കോമഡേഷൻ അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. ക്ലിയർ? സോ എന്തായിരുന്നു അമെന്റ്മെന്റ്? നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ പഠിച്ചിരുന്നത് അപ് ടു 10 lakh പോപ്പുലേഷൻ വരെ എത്രയായിരുന്നു? 7.5% ആണ് എടുത്തിരുന്നത്. ടു 25 lakh 10%, about 25 lakh 15% ആണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? നമ്മൾ റെന്റ് ഫ്രീ. ഇനി സപ്പോസ് ഇത് എംപ്ലോയറുടെ ഓണർഷിപ്പ് ഉള്ളത് ഇവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി എംപ്ലോയർ റെന്റിന് എടുത്തിട്ട് എംപ്ലോയിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15% ഓഫ് സാലറി or rent paid by the employer whichever is less. Clear? Rent paid by the employer whichever is less. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മൾ എടുത്തിരുന്നത്. ഇപ്പൊ ഇവിടെ അമെന്റ്മെന്റ് എന്താ വന്നിട്ടുള്ളത്? ഇപ്പൊ ഈ 10 ലക്ഷം മാറി. ഇപ്പൊ എത്രയാ വന്നത്? ഇപ്പൊ 15 ലക്ഷമാണ്. ക്ലിയർ? അപ് ടു 50 lakhs വരെ, 50 lakhs വരെ ഇവിടെ തന്നെ എഴുതുന്നുണ്ട്. അപ് ടു 50 lakhs വരെ 7.5 മാറിയിട്ട് 5% ആയി. ക്ലിയർ? 15 to 40 lakh വരെ എത്രയായിട്ട് മാറി? 7.5% ആയി. ഈ അബവ് 40 എത്രയായി? 40 above 10% ആയി. 40 lakh above 10% ആയി. ഇതാണ് ഇപ്പൊ വന്ന അമെന്റ്മെന്റ്. ഇനി ഇത് എംപ്ലോയറുടെ സ്വന്തം ബിൽഡിങ്ങിലാണ്. ഇനി എംപ്ലോയർ റെന്റിന് എടുത്തിട്ടാണ് എംപ്ലോയി കൊടുക്കുന്നതെന്നുണ്ടെങ്കിലോ, നമ്മുടെ 50% ഓഫ് സാലറി എന്നുള്ളത് എത്ര ആയിട്ട് മാറി? 10% ഓഫ് സാലറി എന്നുള്ളതായിട്ട് മാറി. ഓർ റെന്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ വിച്ച് എവർ ഈസ് ലെസ്. ഇതാണ് ഇപ്പൊ അവിടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അമെന്റ്മെന്റ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അമെന്റ്മെന്റ് ക്ലിയർ ആണോ? ഇത് ഓൾറെഡി അറിയുന്നതല്ലേ അമെന്റ്മെന്റ്? ആണ്. ഓക്കെ. ഇനി നിങ്ങളുടെ ടെക്സ്റ്റില് സപ്പോസ് ഈ അമെന്റ്മെന്റ് വന്നത് 31st ഓഗസ്റ്റിനാണ്. സോ ഈ നമ്മുടെ ലാസ്റ്റ് പ്രീവിയസ് ഇയർ മാത്രമാണ് ഇങ്ങനെ ഒരു ബാധക ഉള്ളത്. എന്ത്? 31 ഓഗസ്റ്റ് വരെ പഴയ രൂപത്തിലും അവിടുന്ന് ഇങ്ങോട്ട് പുതിയ രൂപത്തിലും ചെയ്യണം എന്നുള്ളത്.
ക്ലിയർ? നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന്. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ എല്ലായിടത്തും ഫോർ ദ കമ്പ്യൂട്ടേഷൻ എങ്ങനെ എടുത്തിട്ടുള്ളത്? കഴിഞ്ഞ വർഷം മൊത്തം അമെന്റ്മെന്റ് ചെയ്ത റൈറ്റിലാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഹാഫ് ആക്കിയിട്ടില്ല. ക്ലിയർ? പക്ഷെ അങ്ങനെ ചെയ്യണം നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതാണ് ഒന്നുകൂടി ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ രൂപത്തിൽ ചെയ്തിട്ട് നോട്ട് കൊടുത്താലും മതി. ഫോർ ദ ബെറ്റർ കമ്പ്യൂട്ടേഷൻ ഇങ്ങനെയാണ് എടുത്തത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്താലും മതി. കാരണം നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നോട്ട് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്ത് ചെയ്യാം, രണ്ടെണ്ണം ആക്കിയിട്ട് ചെയ്യാം. രണ്ടെണ്ണം ആക്കിയിട്ട് ചെയ്യുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ. കാരണം നോക്കുന്ന ആൾക്ക് ഒന്നുകൂടെ നിങ്ങളുടെ കുറിച്ച് ഒന്നുകൂടെ എന്ത് കിട്ടും, ഇംപ്രഷൻ കിട്ടും. ക്ലിയർ? സോ നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് അക്കോമഡേഷൻ ടേക്കൺ ബൈ എംപ്ലോയർ. സോ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, എംപ്ലോയർ അക്കോമഡേഷൻ എടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എംപ്ലോയിക്ക് കൊടുത്തിട്ടുള്ളത്. മീൻസ് എക്സ് ലിമിറ്റഡ് അക്കോമഡേഷൻ മീൻസ് റൂം റെന്റിന് എടുത്തിട്ട് ആർക്ക് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്, എംപ്ലോയിക്ക് കൊടുത്തു. സോ നമ്മളുടെ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാക്കിയിട്ട് ചെയ്യണം. അപ് ടു 31st ഓഗസ്റ്റ്. ക്ലിയർ? ഇതും അതേപോലെ 1st സെപ്റ്റംബർ അവിടെ നിന്ന് നമ്മൾ രണ്ടായിട്ട് തന്നെ ചെയ്യണം. ക്ലിയർ? സോ അപ് ടു 31st ഓഗസ്റ്റ് വരെ ഞാൻ ചെയ്യാണ്. നമുക്കറിയാം ഫസ്റ്റ് 15% ഓഫ് സാലറി, അന്ന് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അമെന്റ്മെന്റ് വരുന്നതിന് മുമ്പ് 15% ഓഫ് സാലറി. ക്ലിയർ? ഇവിടെ പോപ്പുലേഷൻ നോക്കണോ? വേണ്ട. കാരണം എന്താ, എംപ്ലോയർ റെന്റിന് എടുത്തിട്ട് എംപ്ലോയിക്ക് കൊടുക്കുകയാണ്. ഓർ റെന്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ വിച്ച് എവർ ഈസ് ലെസ്. ക്ലിയർ ആണല്ലോ? 15% ഓഫ് സാലറി. ഇവിടെ 9 ലക്ഷം രൂപയാണ് സാലറി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. പക്ഷെ അതൊരു വർഷത്തേതാണ്. അസ്യൂമിങ് സാലറി ഫോർ പെർക്കിസ് വാല്യൂഷൻ 9 ലക്ഷമാണ്. അത് ഒരു വർഷത്തേക്കാണ്. ക്ലിയർ? നമ്മളിവിടെ അപ് ടു 31st ഓഗസ്റ്റ് വരെ, അഥവാ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 5 മാസമേ ഉള്ളൂ. സോ 9 lakh ഡിവൈഡഡ് ബൈ 12 lakh into 5 എത്ര വരും? അപ്പോ 9 lakh ഡിവൈഡ് ബൈ 12 lakh into 5 എത്ര വരും? 9. എത്രടാ? എത്രയോ കാൽക്കുലേഷൻ വരുന്നത്? കാൽക്കുലേറ്റർ എടുക്കണം. 3.75 lakh. ഓക്കെ, 3.75 lakh ഇൻറ്റു എത്രയാ? 15%. അപ്പൊ എത്ര വരും? ഇൻറ്റു 15% എത്ര വരടാ? 3.75 lakh ഇൻറ്റു 15%. 56,250 ആണോ? 56,250. 56,250. ഓക്കെ. അടുത്തത് ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ എത്രയാ? 15,000. സോ 15,000 ഇൻറ്റു 5 മന്ത്. 5 മന്ത് നമ്മളിപ്പോ കാണുന്നത്. സോ എത്ര വരും? അപ്പോ 75,000. സോ വിച്ച് എവർ ഈസ് ലെസ് ഏതാ? 56,250. സോ 5 മാസത്തേത് നമ്മൾ കണ്ടു, 56,250. ക്ലിയർ ആണല്ലോ? 5 മാസത്തേത്. ഇനി അടുത്ത 5 മാസത്തേത് കാണണം. ക്ലിയർ? അടുത്ത 5 മാസമല്ല, ഇനി നമ്മൾ നെക്സ്റ്റ് 7 മന്തിലോട്ട്, ഇനി അങ്ങോട്ട് 7 മന്തല്ലേ ബാക്കിയുള്ളത്. സോ 7 മന്തിലോട്ട് കാണുന്ന സമയത്ത് നമുക്കറിയാം അമെന്റ്മെന്റ് വന്നു. ഇനി നമ്മൾ എങ്ങനെ കാണേണ്ടത്? 10% ഓഫ് സാലറി ആണ് കാണേണ്ടത്. 10% ഓഫ് സാലറി. സോ 9 lakh ഡിവൈഡഡ് ബൈ 12 into 7 എത്ര വരും? ഇൻറ്റു 10%. എത്ര വരടാ? 75,000 into 7 അല്ലേ? പിന്നെ 5,25,000. ഓക്കെ. സോ അതിന്റെ 10% വരുമ്പോ 52,500. അപ്പോ 52,500. അടുത്തത്
ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ എത്ര വരുന്നത്? 15,000 ഇൻറ്റു 7. സോ 75 90 1,50,000. വിച്ച് എവർ ഈസ് ലെസ് 52,500. സോ ടോട്ടൽ എത്രയാ? 52,500 പ്ലസ് 56,250. 52,500 50 108,750 അല്ലെ? ജസ്റ്റ് ഇവിടെ എഴുതുന്നുണ്ട് 108,750 ലെസ്. ഇനി എംപ്ലോയിന്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിയിട്ടുണ്ട്? അപ്പർ മന്ത് 5,000 വെച്ച് വാങ്ങിയിട്ടുണ്ട്. സോ 60,000 ലെസ് ചെയ്യണം. ഈ 60,000 ഇവിടെ അല്ലട്ടോ ലെസ് ചെയ്യേണ്ടത്. സോ ഇത് ഇവിടെ തന്നെ നിങ്ങൾ 5 മാസത്തേത് കാണുന്ന സമയത്തിന് അവിടെ 5 മാസത്തേതിന്റെ 30,000 ലെസ് ചെയ്യണം. ഇവിടെ എത്രയും ലെസ് ചെയ്യണം? 7 മാസത്തേത് ഇവിടെയും ലെസ് ചെയ്യണം കേട്ടോ. 40,000 ലെസ് ചെയ്യണം. സോ നമ്മളവിടെ വിട്ടുപോയതാണ്. അത് ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നെ ലെസ് ചെയ്യണം 30,000. 5 മാസത്തേത് 30,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 26,250 അല്ലെ? അല്ല 5 മാസത്തേത് വരുമ്പോൾ 25,000 ഉള്ളൂ. 25,000 ലെസ് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 31,250 കേട്ടോ. ഇവിടെ 7 മാസത്തേത് ലെസ് ചെയ്യുന്ന സമയത്ത് 35,000. സോ 52,500 30,000 പോയി കഴിഞ്ഞാല് 17,500. 17,500. സോ 17,500 പ്ലസ് 31,250. ഇതാണ് ടോട്ടൽ പെർക്വിസിറ്റി വാല്യൂ എന്ന് പറയുന്നത്. 17,500 പ്ലസ് 31,250 എത്ര വരിക? 48,750. ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും എങ്ങനെ കാണുന്നത്? ഇനി അവിടെ എന്തുണ്ട്? ഫർണിച്ചർ ഉണ്ട്. ഫർണിച്ചറിന് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? അവിടെ അമെന്റ്മെന്റ് ഒന്നുമില്ല. അവിടെ നമ്മൾ മുമ്പ് പഠിച്ച അതേപോലെ തന്നെ എംപ്ലോയർ റെന്റിന് എടുത്തിട്ട് എംപ്ലോയിക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആക്ച്വൽ റെന്റ് പോയിട്ട് പോയത് എംപ്ലോയർ അല്ല. ഇനി എംപ്ലോയർ സ്വന്തം ഫർണിച്ചറാണ് എടുത്തു കൊടുക്കുന്നതെന്നുണ്ടെങ്കിലോ 10% ഓഫ് ദ ഫർണിച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ എംപ്ലോയർ റെന്റിന് എടുത്തിട്ടാണ് എംപ്ലോയി കൊടുത്തത്. സോ ആക്ച്വൽ റെന്റ് പോയിട്ട് പോയത് എംപ്ലോയർ എത്രയാണ്? 3,000 ഇൻറ്റു 12. സോ 36,000 രൂപ അതുണ്ടാവും. ക്ലിയർ? സോ പെർക്വിസിറ്റി വാല്യൂ ഇനി ആൻസറിലോട്ട് പോയി കഴിഞ്ഞാൽ യെസ് 48,750. ഇതാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഫർണിച്ചറിൽ മാറ്റങ്ങളൊന്നുമില്ല. ഇതിന് അടുത്തത് പിന്നെന്താ ക്വസ്റ്റ്യൻ ഉള്ളത്? ഒരു കാറിന് എന്തൊരു കേസ് ഉണ്ടായിരുന്നല്ലോ. A car of 1,200 cc which is owned by X Limited and given to Mr. Y to be used both for official and personal purpose. So X Limited ന്റെ കാർ ആർക്ക് കൊടുക്കാണ്? വൈക്ക് കൊടുക്കാണ്. നമ്മളുടെ അസസിക്ക് കൊടുക്കാണ്. എന്നിട്ട് അസസി എന്ത് ചെയ്യുന്നുണ്ട്? അത് ഒഫീഷ്യൽ പർപ്പസിനും പേഴ്സണൽ പർപ്പസിനും രണ്ടിനും യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ദെൻ എംപ്ലോയർ ആണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ എക്സ്പെൻസ് മെയിൻ്റെനൻസ് എക്സ്പെൻസും അതേപോലെ റണ്ണിങ് എക്സ്പെൻസും മീൻസ് ഡീസലും ഇതൊക്കെ ആരാണ് അടിക്കുന്നത്? ആ എംപ്ലോയർ തന്നെയാണ് അടിക്കുന്നത്. ദെൻ ഡ്രൈവറെയും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെന്ന് എത്ര രൂപ വരിക? എത്ര രൂപയാ? എംപ്ലോയറുടെ കാറ് എംപ്ലോയർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ? CC എത്രയാണ്? 1,600 കുറവാണ്, അഥവാ സ്മാൾ കാറാണ്. എത്ര രൂപയാ അപ്പൊ വരിക? എത്ര രൂപയുടെ ഒരു മാസത്തിന് എത്ര രൂപ വരിക? എത്ര രൂപയാടോ? 1,800. ഓക്കെ, 1,800 പ്ലസ് ഹീസ് ആൾസോ പ്രൊവൈഡ് വിത്ത് എ ചോഫർ. ഡ്രൈവറേയും കൊടുക്കുന്നുണ്ട്. സോ 900. 1,800 പ്ലസ് 900 ഇൻറ്റു 12. അപ്പൊ എത്ര വരും? 1,800 2,500 ഇൻറ്റു 12 എത്ര വരൂടാ? 32,400 അതും ഉണ്ടാവും. ക്ലിയർ? പിന്നെ അവിടെ എന്താ അടുത്തത് പറയുന്നത്? ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുന്നുണ്ട്. 5,000 ഗിഫ്റ്റ് വൗച്ചർ. സോ ടാക്സബിൾ ആണോ അല്ലേ? ഗിഫ്റ്റ് വൗച്ചർ ബർത്ത്ഡേന്റെ അന്ന് കൊടുക്കുന്നുണ്ട് 5,000. ടാക്സബിൾ ആണോ? അല്ല. ഗിഫ്റ്റ് വൗച്ചർ സാലറിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ് ടു 5,000 വരെ എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ക്യാഷ് ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആയിരുന്നു. പക്ഷെ വൗച്ചർ ആയതുകൊണ്ട് എന്താണ്? അപ് ടു 5,000 വരെ എക്സംപ്റ്റഡ് ആണ്. സോ ഇത് എക്സംപ്റ്റഡ്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ.
സോ 48,750 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ദെൻ ഹയർ ചാർജ് ഫർണിച്ചർ 36,000 നമ്മൾ പറഞ്ഞു. 84,750 പെർക്വിസിറ്റ് വാല്യൂ 1800 പ്ലസ് 900 into 12 ക്ലിയർ 32,400. ദെൻ ഗിഫ്റ്റ് വൗച്ചർ എക്സെപ്റ്റഡ് ആണ്. സോ ടാക്സബിൾ വാല്യൂ പെർക്വിസിറ്റ് 17,150. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? തേർഡ് കേസോ അതേതാ? ഗിഫ്റ്റ് വൗച്ചർ ആണോ? ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഗിഫ്റ്റ് വൗച്ചർ പഠിച്ചിട്ടുണ്ട്. ഫുള്ളി എന്താണ് എക്സെപ്റ്റഡ് ആണ്. എത്ര വരെ? അപ് ടു 5,000 വരെ എക്സെപ്റ്റഡ് ആണ്. മുമ്പത്തേന്നോ? മുമ്പത്തേന്ന് ഉദ്ദേശിച്ചത് ഏതാണ് ലുബിന? കാറ് നിങ്ങൾ പഠിച്ചിട്ടില്ലടോ. എംപ്ലോയറുടെ കാറാണ്. എംപ്ലോയർ തന്നെയാണ് ഡീസൽ അടിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം 1800 പെർ മന്ത് മീൻസ് സ്മാൾ കാർ ആണ് എന്നുണ്ടെങ്കിൽ അതാണ് പെർക്വിസിറ്റ് വാല്യൂ. പെർ മന്തിലെ പെർക്വിസിറ്റ് വാല്യൂ 1800 ആണ്. ക്ലിയർ? ഇനി അത് ബിഗ് കാർ ആണെന്നുണ്ടെങ്കിലോ മീൻസ് സപ്പോസ് CC 1600 കൂടുതലാണെന്നുണ്ടെങ്കിലോ 1800 എന്നുള്ള എത്രയായിട്ട് മാറും? 2400 ആയിട്ട് മാറും. ക്ലിയർ? ഡ്രൈവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? അത് സ്മാൾ കാർ ആയിക്കോട്ടെ ബിഗ് കാർ ആയിക്കോട്ടെ എപ്പോഴും എത്രയാണ്? 900 പെർ മന്ത്. ക്ലിയർ? അതും ഉണ്ടാവും. സ്മാൾ കാർ ആണെന്ന് മനസ്സിലാക്കാൻ CC നോക്കിയിട്ട് ക്വസ്റ്റ്യനിൽ CC തരും. 1600 CCയേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനെ സ്മാൾ കാർ എന്നും 1600 CCയേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ ബിഗ് കാർ എന്നും വിളിക്കും. ക്ലിയർ? ഈ PDF ഞാൻ കൊടുക്കണ്ട കേട്ടോ. നിങ്ങളുടെ ടീച്ചർ അടുത്ത് മിസ്സിന്റെ അടുത്ത് നമ്മൾ കൊടുക്കണ്ട. മോട്ടോർ കാർ പെർക്വിസിറ്റ് എപ്പോഴും കൺഫ്യൂഷൻ ആവും. അതിന് ഷോർട്ട് കട്ട് ഉണ്ടോ? സിമ്പിൾ അല്ലേടോ. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ടാബിൾ വരച്ചു നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ അല്ലേ? യെസ് 1600 CC സ്മാൾ ആണ് കേട്ടോ. 1600നേക്കാൾ കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ 1600നേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ബിഗ് കാർ എന്നും അതിനേക്കാൾ കുറവാണ് CC എന്നുണ്ടെങ്കിൽ അഥവാ ചിലപ്പോൾ ക്വസ്റ്റ്യൻ 1600 ചിലപ്പോൾ 1.6 ലിറ്റർ എന്നായിരിക്കും തരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിലും 1.6 ലിറ്ററിനേക്കാൾ കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത്? അത് ബിഗ് കാർ എന്നും അതിനേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനെ സ്മാൾ കാർ എന്നും വിളിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ബിഗ് കാറിന്റെ കേസില് എണ്ണ അടിക്കുന്നത് ആരാണ്? മീൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? എംപ്ലോയർ ആണ് എന്നുണ്ടെങ്കിൽ 2400 പെർ മന്ത് ആണ് പെർക്വിസിറ്റ് വാല്യൂ. പ്ലസ് ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ 900 പെർ മന്ത്. സ്മാൾ കാർ ആണെന്നുണ്ടെങ്കിൽ 1800 പെർ മന്ത് പ്ലസ് ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ 900 പെർ മന്ത്. ക്ലിയർ? ഇനി എണ്ണ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? എംപ്ലോയി ആണെന്നുണ്ടെങ്കിലോ 2400 ബിഗ് കാറിനുള്ളത് എത്രയായിട്ട് മാറും? 2400 എന്നുള്ളത് 900 ആയിട്ട് മാറും. ദെൻ സ്മാൾ കാർ ആണ് എന്നുണ്ടെങ്കിലോ 1800 എന്നുള്ളത് എത്രയായിട്ട് മാറും? 600 പെർ മന്ത് ആയിട്ട് മാറും. ക്ലിയർ? സിമ്പിൾ. PDF ഞാൻ അയച്ചു തരാം. ഓക്കെ. സോ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യന് സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. നിങ്ങൾക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് അടുത്ത 115 BSc 1 year വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ 20ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ നോക്കിയ എല്ലാരും. ഒരു 5 മിനിറ്റ് സമയം തരാം. വേഗം ഒന്ന് ചെയ്യാൻ നോക്കിയേ. പെട്ടെന്ന് 20ാമത്തെ ക്വസ്റ്റ്യൻ.
ചെയ്തോടാ, ആരെങ്കിലും ചെയ്തോ? ഓക്കെ, ചെയ്തോക്കാം നമുക്ക്. ആരെങ്കിലും ചെയ്തോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പൊതുവെ സാലറിയിൽ കാണുന്ന അതേപോലത്തെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഡോഡോ, ഇല്ല. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക്. ഫസ്റ്റ് ശ്രദ്ധിക്കണേ, മിസ്റ്റർ 1,11,74,600 ഒക്കെ നോക്കാം നമുക്ക് ആണോ. 6,20,000 ബേസിക് സാലറി. സോ ബേസിക് സാലറി ഫുള്ളി ടാക്സബിൾ ആണല്ലോ, ആണ്. സോ 6,20,000. അടുത്തത് കമ്മീഷൻ, അഡിയർനെസ് അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണല്ലോ, ആണ്. അത് 115 BSc ആണെന്നുണ്ടെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും ഫുള്ളി ടാക്സബിൾ ആണ്. കമ്മീഷന് രണ്ടിലും ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള ഐറ്റാണ്. ക്ലിയർ. എന്റർടൈൻമെന്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്, നമുക്കറിയാം. മെഡിക്കൽ എക്സ്പെൻഡിച്ചർ റീഇംബേഴ്സ്ഡ് ഫുള്ളി ടാക്സബിൾ ആണ്, നമുക്കറിയാം. പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ, സോ 4,000 ഉണ്ട്. 2,000 ആരാണ് കൊടുക്കുന്നത്? എംപ്ലോയി ആണ് കൊടുക്കുന്നത്. 2,000 എംപ്ലോയർ ആണ് കൊടുക്കുന്നത്. സോ എംപ്ലോയർ കൊടുക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സാലറിയുടെ കൂടെ ആഡ് ചെയ്യണം, പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡിഡക്ഷൻ കിട്ടും. സാലറിയിൽ തന്നെ ഡിഡക്ഷൻ കിട്ടുന്ന ഒരു ഐറ്റം ആണ്. സാലറിയിൽ 3 കാര്യങ്ങളാണ് ഡിഡക്ഷൻ കിട്ടുക. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, മറ്റൊന്ന് ഗവൺമെന്റ് എംപ്ലോയീസിന് കിട്ടുന്ന എന്റർടൈൻമെന്റ് അലവൻസിൽ കിട്ടുന്ന ഡിഡക്ഷൻ, പിന്നൊന്ന് എംപ്ലോയർ കൊടുക്കുന്ന പ്രൊഫഷണൽ ടാക്സ്. സോ എംപ്ലോയർ കൊടുക്കുന്ന പ്രൊഫഷണൽ ടാക്സ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ സാലറിയുടെ കൂടെ കൂട്ടണം. സോ 2,000 എംപ്ലോയിന്റെ കൂട്ടേണ്ട ആവശ്യമില്ല, കാരണം എംപ്ലോയി നേരിട്ട് കൊടുക്കുന്നതാണ്. അത് നമ്മൾ എന്ത് ചെയ്യാം? ഡിഡക്ഷൻ കിട്ടുന്ന ഒരു ഐറ്റം ആണ്. ക്ലിയർ. സോ 2,000 ആഡ് ചെയ്യണം, 4,000 പിന്നീട് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ എംപ്ലോയർ. ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദ എംപ്ലോയർ ടാക്സബിൾ ആണോ? അല്ലേ? ആണോ? ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നത് എംപ്ലോയർ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ടാക്സബിൾ ആണോ? അല്ലേ? എംപ്ലോയർ എംപ്ലോയിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ടാക്സബിൾ ആണോ? അല്ലേടോ? വേഗം പറയടോ. ടാക്സബിൾ ആണ്. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ടാക്സ് ഫ്രീ ആണ്. ഓക്കെ, ടാക്സ് ഫ്രീ ആണ്. അത് എക്സംപ്റ്റഡ് ആണ്, ടാക്സബിൾ അല്ല. ക്ലിയർ. ടാക്സബിൾ ആകുന്നത് LIC കൊടുത്താൽ മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. ഹെൽത്ത് മീൻസ് മെഡിക്കൽ ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ, അതേപോലെ സ്റ്റാഫ് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ എന്തല്ല? ടാക്സബിൾ അല്ല. LIC കൊടുത്തു കഴിഞ്ഞാൽ ടാക്സബിൾ ആണ്. ക്ലിയർ. സോ 8,000 ടാക്സബിൾ അല്ല, എടുക്കേണ്ട ആവശ്യമില്ല. ഗിഫ്റ്റ് വൗച്ചർ നമുക്കറിയാം എന്ത്? 10,000 വരെ 10,000 കൊടുത്തിട്ട് നമുക്കറിയാം 5,000 വരെയാണ് എക്സംഷൻ ഉള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് 2 രൂപത്തിൽ ചെയ്യാം. ക്ലിയർ. ഇവിടെയും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുന്ന അവിടെയും അതേപോലെ തന്നെ ഇവിടെയും. ഇവിടുത്തെ കേസിൽ നിങ്ങൾക്ക് എന്തുണ്ട്? 5,000 വരെയാണ് എന്തുള്ളത്? എക്സംഷൻ ഉള്ളത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 5,000 വരെ എക്സംഷൻ, അതിന് മുകളിലോട്ട് ഫുള്ള് ടാക്സബിൾ, ആ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ടാക്സബിൾ ആവും? 10,000 രൂപ ടാക്സബിൾ ആവും. ക്ലിയർ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? 5,000 ഡിഡക്ഷന് ബാക്കി ടാക്സബിൾ, മീൻസ് 10,000-ൽ 5,000 ഡിഡക്ഷൻ, ബാക്കി 5,000 ടാക്സബിൾ, ആ രൂപത്തിലും ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? 10,000 വരെ 10,000 ഉണ്ടായതുകൊണ്ട് 5,000 വരെയാണ് എക്സംഷൻ, അതിന് മുകളിലോട്ട് ടാക്സബിൾ, ആ രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ടെക്സ്റ്റിൽ 2 രൂപത്തിലും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 2 രൂപത്തിലും ചെയ്യാം. 2-ൽ ചെയ്താലും തെറ്റല്ല. ക്ലിയർ. മീൻസ് 5,000 വരെ എക്സംഷൻ, സോ അതിന് മുകളിലോട്ടുള്ളത് എന്ത്? സോ അതിന് കൂടി കഴിഞ്ഞാൽ 5,000 കൂടി 5,001 ആയി കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് ടാക്സബിൾ, ആ രൂപത്തിൽ ചെയ്യാം. 5,000-ൽ കുറവാണെന്നുണ്ടെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്. ഇനി അങ്ങനെയല്ല, 5,000 എന്നുള്ള എമൗണ്ട്, ഒരു പർട്ടിക്കുലർ എമൗണ്ട് എക്സംപ്റ്റഡ്,
അപ്പൊ 6000 കിട്ടി കഴിഞ്ഞാൽ 5000 എക്സെപ്റ്റഡ്, ബാക്കി 1000 ടാക്സബിൾ. അങ്ങനെയും ചെയ്യാം. ആ രണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇതേപോലെ തന്നെയാണ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയിലും. എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയില് ചൈൽഡിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ട്? നമുക്കറിയാം, ഒരു 1000 രൂപയുടെ ഡിഡക്ഷൻ ഉണ്ട്. അവിടെയും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. അപ് ടു 1000 വരെ എക്സെപ്ഷൻ, അല്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്ന എത്ര കിട്ടിക്കഴിഞ്ഞാലും അതിൽ നിന്ന് 1000 എക്സെപ്ഷൻ. ആ രൂപത്തിൽ അവിടെയും നിങ്ങൾക്ക് ചെയ്യാം. ക്ലിയർ? രണ്ട് രൂപത്തിൽ ചെയ്താലും തെറ്റൊന്നുമില്ല, എങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ക്ലിയർ? സോ ഞാൻ ഫുൾ എമൗണ്ട് 5000 കൂടി കഴിഞ്ഞതുകൊണ്ട് ഫുൾ എമൗണ്ട് ടാക്സബിൾ എന്നുള്ള രൂപത്തിൽ എടുത്തു. അടുത്തത് LIC. നമ്മളിപ്പോ പറഞ്ഞിട്ടേ ഉള്ളൂ, LIC കിട്ടി ടാക്സബിൾ ആണ് നമ്മൾ പറഞ്ഞു, 26,000. അടുത്ത ലാപ്ടോപ്പ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണോ അല്ലേ? ആണോടോ? ആണോ? ലാപ്ടോപ്പും കമ്പ്യൂട്ടറും യൂസ് ചെയ്യാൻ കൊടുത്തു, പെർക്വിസിറ്റ് അല്ലേ? അതെ, പെർക്വിസിറ്റ് അല്ല. അതെന്താണ്? എക്സംപ്റ്റഡ് ആണ്, ടാക്സ് ഫ്രീ ആണ്. ക്ലിയർ? യൂസ് ചെയ്യാൻ വേണ്ടി ലാപ്ടോപ്പ്, ട്രാൻസ്ഫർ അല്ല കേട്ടോ, ട്രാൻസ്ഫർ അല്ല, യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. എന്ത്? ലാപ്ടോപ്പും കമ്പ്യൂട്ടറും. നിങ്ങൾ ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത്. ക്ലിയർ? അതെന്താണ്? ആ എക്സംഷൻ കൊടുക്കുന്നതായിട്ടാണ്, ടാക്സബിൾ അല്ല. സോ 45,000 ടാക്സബിൾ അല്ല. അടുത്തെന്താ? കാറിന്റെ കേസ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. സോ ഇവിടെ എന്തുണ്ട്? ക്യൂബിക് കപ്പാസിറ്റി CC 1.6 ലിറ്ററിനേക്കാൾ കൂടുതൽ, അഥവാ 1600 CC കൂടുതലാണ്. സോ ബിഗ് കാർ ആണ്. അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ആരാണ് ഓണർ? എംപ്ലോയറുടെ സ്വന്തം വണ്ടിയാണ്. സോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഓൾ എക്സ്പെൻസ് ആർ മെറ്റ് ബൈ എംപ്ലോയർ. സോ എംപ്ലോയറുടെ കാറ് എംപ്ലോയർ തന്നെ എണ്ണ അടിച്ചു കൊടുക്കുന്നു, എംപ്ലോയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നു, എംപ്ലോയിക്ക് കൊടുക്കുന്നു. എംപ്ലോയി അത് ബോത്ത് പർപ്പസ്, മീൻസ് ഓഫീസ് പർപ്പസും പേഴ്സണൽ പർപ്പസും രണ്ടിനും വേണ്ടി യൂസ് ചെയ്യുന്നു. സോ എമൗണ്ട് എത്രയാ? നമ്മൾ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ, 2400. സോ ഇവിടെ എന്തും കൂടെ ഉണ്ട്, ഡ്രൈവർ ഉണ്ട്. സോ പ്ലസ് 900 ഇൻറ്റു 12 എത്ര വരെടാ? 2500 ഇൻറ്റു 12 എത്ര വരിക? എത്രയാടാ? 2400 പ്ലസ് 900 2300. സോറി, 2300 ഇൻറ്റു 12 39,600. ഓക്കെ, 39,600. അടുത്തെന്താ? ആനുവൽ ക്രെഡിറ്റ് കാർഡ് ഫീ പെയ്ഡ് ബൈ എംപ്ലോയർ. ക്രെഡിറ്റ് കാർഡ് ഈസ് നോട്ട് എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ ഓഫീസ് പർപ്പസ്. ഒഫീഷ്യൽ പർപ്പസിനല്ല, അഥവാ പേഴ്സണൽ പർപ്പസിനാണ്. സോ 7000. ക്ലിയർ? കഴിഞ്ഞു. സോ മൊത്തത്തിൽ കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും? എത്ര വരുന്നുണ്ടടാ? 6,20,000 പ്ലസ് 4,20,000 പ്ലസ് 75,000 പ്ലസ് 9,000 പ്ലസ് 18,000 പ്ലസ് 2,000 പ്ലസ് 10,000 പ്ലസ് 26,000 പ്ലസ് 39,600 പ്ലസ് 7,000. എത്ര വരും? 12,26,600 എന്ന് വരും. ക്ലിയർ? 12,26,600. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് നമുക്കറിയാം, സാലറിയിൽ 3 ഡിഡക്ഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷന്, മറ്റൊന്ന് പ്രൊഫഷണൽ ടാക്സിൽ, ഇവിടെ പ്രൊഫഷണൽ ടാക്സ് ഉണ്ട്, മറ്റൊന്ന് എന്റർടൈൻമെന്റ് അലവൻസ്, അതും ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ 3 ഡിഡക്ഷൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ക്ലിയർ? ഇതിൽ 115 BAC സബ്സെക്ഷൻ 1 അഥവാ ഡിഫോൾട്ടിൽ ഏതാ? ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇവന് ഏതാണ്? ഡിഫാൾട്ട് ആണ് ഓപ്റ്റ് ചെയ്തതെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. സോ ഏതൊക്കെയാണ് ഇവന് കിട്ടിയ ഡിഡക്ഷന്? 3 കിട്ടുമോ? എന്റർടൈൻമെന്റ് അലവൻസ് ഉണ്ട്, പ്രൊഫഷണൽ ടാക്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. ഏതൊക്കെയാ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ? ഏതൊക്കെയാണോ? 115 BAC സബ്സെക്ഷൻ 1A അഥവാ ഡിഫാൾട്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ക്ലിയർ? മറ്റ് 2 ഡിഡക്ഷനും അവൈലബിൾ ആയിട്ടില്ല. മുമ്പത്തെ പ്രാവശ്യം എക്സാം ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അന്ന് അവർക്ക് എന്തുണ്ടായിരുന്നു? ഒറ്റൊന്നും അവൈലബിൾ ഇല്ലായിരുന്നു, മീൻസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പൊ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കൂടെ എന്തുണ്ട്? ഇവർക്ക് ഒരു അവൈലബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? സോ മൈനസ് 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. പ്രൊഫഷണൽ ടാക്സിലുണ്ട്, ഡിഡക്ഷൻ കിട്ടുമോ? ഇല്ല. എന്റർടൈൻമെന്റ് അലവൻസ് അതും കിട്ടും. അത് പിന്നെ ഓൾറെഡി ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ ഇയാൾ ഗവൺമെന്റ് എംപ്ലോയീസ് ഒന്നും അല്ല. ക്ലിയർ? എന്നിരുന്നാലും എന്തില്ല? ഡിഡക്ഷന് കിട്ടൂല. 115 BAC സബ്സെക്ഷൻ 1 അഥവാ നമ്മളുടെ ഡിഫാൾട്ടിൽ എന്ത് മാത്രമേ ഉള്ളൂ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ കിട്ടുള്ളൂ. സോ അതും കൂടെ കുറച്ച് കഴിഞ്ഞപ്പോ എത്ര ആൻസർ വരിക? 11,76,600. ആരോ ഒരാൾ ആൻസർ പറഞ്ഞിരുന്നില്ല? ആ എമൗണ്ട് ആരോ ഒരാൾ പറഞ്ഞിരുന്നല്ലോ. ആരായിരുന്നു? യെസ്, 11,74,600 പറഞ്ഞ്? അനന്തു എവിടെയാണ് തെറ്റ്? 2000 ഇതുണ്ടല്ലോ, പ്രൊഫഷണൽ ടാക്സ് ഡിഡക്ഷൻ എടുത്തോ?
പ്രൊഫഷണൽ ടാക്സ് ഡിഡക്ഷൻ എടുത്തോടാ. യെസ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഡിഡക്ഷൻ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? സാലറി ഓക്കെ അല്ലേ? ഓക്കെ ആണോടോ? ഓക്കെ, സോ സിമ്പിൾ. ദെൻ നെക്സ്റ്റ് അടുത്തത് ഹൗസ് പ്രോപ്പർട്ടി. പിന്നെ എല്ലാവർക്കും അറിയില്ലേ ഹൗസ് പ്രോപ്പർട്ടി പക്കയല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഹൗസ് പ്രോപ്പർട്ടി എല്ലാവർക്കും പക്കയാണല്ലേ? പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അതിൽ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനൊന്നും ഇല്ലല്ലോ. ആകെ ഒരു GAV എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ദെൻ പിന്നെ എന്താ ചെയ്യാനുള്ളത്, ആ ഒരു ഇൻട്രസ്റ്റ് ലോൺ എങ്ങനെ കാൽക്കുലേറ്റ്, രണ്ട് കാര്യങ്ങൾ അതിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മീൻസ് പെർസെന്റേജ് മീൻസ് പകുതി സെൽഫും പകുതിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തരുന്ന ഡാറ്റാസ് ഒക്കെ പകുതിയായിട്ട് എടുക്കണം. പിന്നെ അതേപോലെ തന്നെ സെൽഫ് ഒക്കുപ്പൈഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 2 lakhന്റെ ലിമിറ്റ്, അതൊക്കെ അത്ര സിമ്പിൾ അല്ലേ? ക്വസ്റ്റ്യൻ ചെയ്യണോ? ഹൗസ് പ്രോപ്പർട്ടി ക്വസ്റ്റ്യൻ ചെയ്യണോ? ചെയ്യണോ? വേണ്ട, മിക്സഡ് അഭിപ്രായം അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് ലാസ്റ്റ് വെക്കാം. എല്ലാവരും പൊതുവെ എല്ലാവരും വേണ്ടെന്നാണ് പറയുന്നത്, കാരണം അത്രയും സിമ്പിൾ ആണ്. പക്ഷെ നിങ്ങൾ ഹൗസ് പ്രോപ്പർട്ടി നിങ്ങൾ വെറുതെ സിമ്പിൾ ആക്കി കളഞ്ഞ് അത് ചെയ്യാതിരിക്കരുത്, ചെയ്ത് നല്ലോണം നോക്കണം. കാരണം നമുക്കൊരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഓൾമോസ്റ്റ് എല്ലാ പ്രാവശ്യം ചോദിക്കാറ്, 8 മാർക്ക്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. 8 മാർക്ക് വെറുതെ കളയരുത്. ഓക്കെ, അജ്മലിന് വേണം. നമുക്ക് വേറെ ലാസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ടൈമിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ ടൈമിനനുസരിച്ചിട്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അടുത്ത ഇൻകം ഫ്രം അതർ സോഴ്സ്. അടുത്ത നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ എന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്യാപിറ്റൽ ഗെയിൻ. PGBP നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് ടോട്ടൽ ഇൻകത്തിന് കൂടെ ചെയ്യാം. ടോട്ടൽ ഇൻകത്തിൽ മെയിൻ പാർട്ട് PGBP ആണല്ലോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മിസ്റ്റർ യുവിക bought a vacant land. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് മാത്രമല്ല, ഇതിന് കൂടെ 2-3 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഏതൊക്കെയാണ് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ PDF അയച്ചു തരുന്നത് നിർബന്ധമായിട്ട് ചെയ്തു. മിസ്റ്റർ ശിവ പർച്ചേസർ, ഈ ഒരു ക്വസ്റ്റ്യന്. അതേപോലെ തന്നെ അതിനുശേഷം മുമ്പുള്ള ഏതൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഏതാ? മിസ്റ്റർ സർത്തക്. ഞാൻ PDF അയച്ചു തരുന്നത്, അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. സോ അതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പൊ ചെയ്ത് നോക്കാം. മിസ്റ്റർ യുവിക ബോട്ട് എ വാക്കന്റ് ലാൻഡ്. ശരി, എല്ലാരും ഫാസ്റ്റ് ആക്ക്. ഇപ്പൊ സമയത്തായി 8:24, 8:30 വരെ സമയം. ഒരു 5 മിനിറ്റ് സമയമുണ്ട്. വേഗം ചെയ്തേ, വേഗം ചെയ്യും. ഹലോ, എത്ര രാവിലെ വെച്ചാ പോരാ? രാവിലെ വെച്ചാ പോരാ? ഇവിടെ
വേഗം ചെയ്ത് നോക്കിട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ. നോക്കാം നമുക്ക്. ഷാൻ 65.